സോണിയാഗാന്ധിയും മറ്റ് രണ്ടുപേരും പത്തനംതിട്ടയിൽ നിന്നുള്ള രണ്ടുപേര് സ്വർണം കട്ടത് ആരപ്പ, അത് സഖാക്കളാണേ അയ്യപ്പ. അതിനുശേഷം നാറിയ കളി കളിക്കുന്നത് ആരപ്പ, അതും സഖാക്കളാണേ അയ്യപ്പ. പിണറായി വിജയൻ ഇന്ന് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർണം കട്ടത് സോണിയാഗാന്ധി എന്നും സോണിയാഗാന്ധിയെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ ഇത് പിണറായി വിജയനുള്ള ചുട്ട മറുപടിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. അന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്യണം. ഇത്രമാത്രം ചെയ്താൽ മതി. പിണറായിക്കുള്ള ചുട്ട മറുപടി ഞാൻ കൊടുക്കാം. ഇവിടെ ഒന്നും ഞാൻ നിർത്തുന്നില്ല, ഇനിയും വരും പിണറായിക്കുള്ള വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം സ്വർണം കട്ടത് പിണറായി എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെക്കാം. ദയവ് ചെയ്ത് നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് പിണറായി വിജയനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നു. പിണറായി വിജയന് ഉത്തരമില്ല, ബബ്ബ കളിക്കുകയാണ് പിണറായി വിജയൻ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കാണണം. 2 മിനിറ്റ് ഉണ്ട്, ഞാനൊന്നും പറയൂല, നിങ്ങൾ കാണണം. അതിനുശേഷം സ്വർണം കട്ടത് സോണിയാഗാന്ധി എന്ന് പിണറായി വിജയൻ പറയുന്നത്, അപ്പോൾ ഞാൻ പിണറായി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് കണ്ടു നോക്കാം. ഓക്കെ, CMA അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെ ആയാലും വാസുവിനെ ആയാലും ആ സ്ഥാനം. സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ പെടുന്നു, അവരിതിൻ്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ആ സമയത്തെ മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ. കടകംപള്ളിയോട് ചോദിച്ചിരുന്നോ CMA എന്താണെന്ന് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന കാര്യം? ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ല, അങ്ങ് CM ആയിരിക്കുമ്പോഴല്ലേ ഇത് സംഭവിക്കുന്നത്? അങ്ങക്കൊരു രാഷ്ട്രീയ ബാധ്യതയില്ലേ? താങ്കൾ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ. നിലവിൽ വന്നിരിക്കുന്ന 18-ലും 19-ലും ആണല്ലോ CM. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം അല്ല, ധൃതിപ്പെടുന്നതല്ല, അങ്ങ് CM ആയ കാലത്താണല്ലോ CM ഇത് സംഭവം. അത് മനസ്സിലിരിക്കട്ടെ എന്ന്, അത് വ്യക്തമായല്ലോ. അല്ല, മനസ്സിലിരിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പത്മകുമാറിനെയും വാസുവിനെയും അങ്ങാണല്ലോ അതിന്റെ ഭാരവാഹികളാക്കുന്നത്. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണ് വേണ്ടത്? അല്ല, തർക്കിക്കല്ല, നമ്മളതിന്റെ ചോദിക്കും. അതാ ചോദിച്ചത്. അതായത് അന്ന് കടകംപള്ളിയോട് ചോദിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഈ സംഭവിച്ചതിനെ കുറിച്ചിട്ട്. ദേവസ്വം മന്ത്രിയാണല്ലോ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. പറഞ്ഞോളൂ CM, നിങ്ങളതിന് ഉറപ്പുണ്ടാക്കും. പറഞ്ഞോളൂ. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും. അങ്ങനെ ഒരു ധാരണയില്ല CMA. കണ്ടോ അല്ല, CM പറഞ്ഞാൽ നമുക്കും പറയണ്ടേ CMA? വാർത്താ സമ്മേളനല്ലേ ഇവിടെ? തർക്കിക്കാനല്ലോ വരുന്നത്. തർക്കിക്കുന്നല്ലോ. നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. നാണമുണ്ടോ പിണറായി വിജയ നിങ്ങൾക്ക്? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ പിണറായി വിജയ നിങ്ങൾക്ക്? അതായത് ഈ ചങ്ങായി ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുത്തോ പിണറായി വിജയ? നിങ്ങൾ പറഞ്ഞത് പപ്പ കളിച്ച ആ ചോദ്യത്തിന് നിങ്ങൾ മുക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നു? നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പറയാലോ പിണറായി വിജയ. നിങ്ങൾ സ്വർണം കട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിണറായി വിജയ പേടിക്കുന്നത്? നല്ല അന്വേഷിക്കാൻ നിങ്ങൾ ഉത്തരവ് കൊടുക്കണം പിണറായി വിജയ. നിങ്ങളും അതിലുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോട്ടിയുമായി നിങ്ങൾക്കും ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത് പിണറായി വിജയ. പിണറായിയോടൊരു കാര്യം പറയുകയാണ്, പിണറായി വിജയ 3 മാസം നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിമുട്ടി ജീവിക്കാം. 3 മാസത്തിന് ശേഷം കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത്. മിനിമം 90 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും പിണറായി വിജയ. അപ്പോ നീയൊക്കെ ഉണ്ട തിന്നേണ്ടി വരും. അതൊക്കെ ഞങ്ങളൊക്കെ കാണും പിണറായി വിജയ. ഓക്കെ, അപ്പോൾ പിണറായിക്കുള്ള അടുത്ത മറുപടി ഞാൻ കൊടുക്കാം. അതായത് സോണിയാഗാന്ധിയാണ് അത്ര സ്വർണം കട്ടത്, പിണറായിയുടെ ഓരോരോ കണ്ടുപിടുത്തല്ലേ, നമുക്കതിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, സോണിയാഗാന്ധിയും മറ്റ് രണ്ടുപേരും പത്തനംതിട്ടയിൽ നിന്നുള്ള രണ്ടുപേര്, ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട MPയും, ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത്. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ
ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റി. ഓ ആനോടാ. പിണറായി വിജയനോട് ഒരു കാര്യം പറയാണ്. പിണറായി വിജയ, കേരളത്തിൽ സ്വർണം കട്ടു. നീ മുഖ്യമന്ത്രി ആയിരിക്കെ നിന്റെ അറിവോടുകൂടിയാണ് ഇവിടെ സ്വർണം കട്ടത്. ഓക്കെ, നീ എത്ര അല്ല എന്ന് പറഞ്ഞാൽ നിന്റെ അറിവോടുകൂടി ഇവിടെ സ്വർണം കട്ടു. ഏതോ ഒരു കാലത്ത് ഇപ്പൊ നിങ്ങൾക്ക്, അതായത് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താടി നരച്ചിട്ടാണുള്ളത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏതോ ഒരു ചെറുപ്പക്കാലത്ത് സോനിയാഗാന്ധിയെ കാണാൻ പോയിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെ ഇപ്പൊ പൊക്കിക്കൊണ്ട് വന്ന് പറയുകയാണ് സോനിയാഗാന്ധിയാണ് സ്വർണം കട്ടത് എന്ന്. നാണമുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ വിജയ സർക്കാർ നിങ്ങൾക്ക്? നിങ്ങളൊരു കേരളത്തിന്റെ CM അല്ലേ? CM ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ പറയേണ്ടത് സർക്കാരെ? ഓക്കെ, ബാക്കിയും കൂടി അടുത്തൊരു കണ്ടുപിടുത്തമുണ്ട്, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അദ്ദേഹം കട്ടിട്ടാണെങ്കിലും കോടികളുടെ ബിസിനസ്സാണ്. അതായത് കോടികളുടെ ബിസിനസ് നമുക്ക് നിലവിലാണ് അറിയുന്നത് കട്ടിട്ടാണ് അദ്ദേഹം ചെയ്തതെന്ന്. പക്ഷേ മുമ്പ് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം യൂസുഫ് അലിയെ പോലുള്ള വലിയൊരു ബിസിനസ് മാനാണ്. അപ്പോൾ സോനിയാഗാന്ധിയുമായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു ഡീൽ ഉണ്ടാവും. വലിയ വലിയ ബിസിനസിന്റെ ആൾക്കാരല്ലേ. അപ്പോൾ ആ ഡീലിനെ കുറിച്ച് സോനിയാഗാന്ധിയുടെ അടുത്ത് അദ്ദേഹം സംസാരിക്കാൻ പോയിട്ടുണ്ടാവും. ഏതോ ഒരു കാലത്താണ്, 1990 എന്തോ കണ്ടുമുട്ടിയതാണ്. ആ ഒരു ഫോട്ടോ വന്നിട്ട് സോനിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് പറയാൻ നാണമില്ലേ പിണറായി വിജയൻ നിങ്ങൾക്ക്? സത്യമാണ് ഞാൻ പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ സോനിയാഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിക്കാമല്ലോ. ഇപ്പൊ കേന്ദ്രത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്രം വെറുതെ വിടോ? വെറുതെ എങ്കിലും ചോദ്യം ചെയ്യൂലേ സോനിയാഗാന്ധി? എന്ത് കിട്ടുമെന്ന് കേന്ദ്രം കാക്കുന്നില്ലേ? പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയ, നമുക്ക് മരിക്കാനുണ്ട്, ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. ഓക്കെ, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ നിങ്ങളൊക്കെ നല്ല രീതിയിൽ മരിക്കൂല പിണറായി വിജയ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ നീ പറയ്, അതായത് എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ അറിയാതെ കൂട്ടുനിന്ന് പോയി, എന്നോട് ക്ഷമിക്കൂ, ഇനിയൊരിക്കലും ഞങ്ങൾ സ്വർണം കക്കൂല, അങ്ങനെ പറഞ്ഞിട്ട് വാ. അതായത് പിണറായി വിജയൻ എന്തിന് പേടിക്കുന്നു? ഞാൻ അതാണ് ചോദിക്കുന്നത്. പിണറായി വിജയൻ ഇതിൽ പ്രതി അല്ലെങ്കിൽ പിണറായി വിജയൻ പേടിക്കേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? അതായത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും ഉത്തരം പറയുക, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കറക്റ്റ്, അതായത് എന്താണ് ചോദ്യം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പിണറായി വിജയൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായി പേടിക്കുന്നുണ്ട്. എന്തിനാണ് പിണറായി പേടിക്കുന്നത്? അതിനുള്ള ഉത്തരം പിണറായി തരണം. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല, പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. എന്താണ് പിണറായി വിജയ, നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ, നിങ്ങളൊക്കെ പറയേണ്ടതാണോ? ഒന്നും കൂടി ഒരു കാര്യം ഞാൻ പറയുകയാണ്. സ്വർണം കെട്ടത് ആരപ്പ? അത് സഖാക്കൾ മാത്രമാണ് അയ്യപ്പ. സ്വർണം കെട്ടത് ആരപ്പ? അത് സഖാക്കൾ മാത്രം കട്ടിട്ട് സോനിയാഗാന്ധിയുടെ തലയിൽ ഇടുന്നു അയ്യപ്പ. അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയുകയാണ്. 2026 ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനിയെങ്ങാലം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞാൽ, വരൂല, ഞാനൊരു കാര്യം പറയുകയാണ്, പിണറായി സർക്കാർ ഇനി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോയത് അയ്യപ്പൻ്റെ സ്വർണ്ണമല്ലോ, ഇതൊന്നും ഉണ്ടാവില്ല കേരളത്തിൽ. കേരളം കടത്തിൽ കുളിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയും. അതായത് പിണറായി വിജയന് ഖജനാവിൽ നിന്ന് ഒന്ന് മകൾ കൊടുക്കുന്നുണ്ട്, മരുമകന് കൊടുക്കുന്നുണ്ട്, മകളുടെ കേസിന് പൈസ കൊടുക്കുന്നുണ്ട്. വേറെ ഒരു വികസനവും പിണറായി വിജയൻ ചെയ്യുന്നില്ല. പെൻഷന് മര്യാദയ്ക്ക് കൊടുത്തിട്ട് അതായത് പിണറായി വിജയൻ 10 വർഷം ഭരിച്ചിട്ട് 9 വർഷം പെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അവസാന നിമിഷമാണ് കുറച്ച് പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിണറായി വിജയൻ 2026 വന്നു കഴിഞ്ഞാൽ കേരളം പട്ടിണിയാവും, ഓടേണ്ടി വരും. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ നാട്ടിൽ ചെറുപ്പക്കാരുണ്ടോ? ഇല്ല, എല്ലാവരും ദുബായിലും സൗദിയിലും പോയി പണിയെടുത്ത് ചാവുന്നില്ലേ? കാരണം എന്താണ്? ഇവിടെ പഠിച്ചാലും പണി കിട്ടുന്നില്ല. എന്തിനു വേണം, ഒരു ഹോട്ടലിൽ പോലും പണിയെടുക്കാൻ പറ്റുന്നില്ല. 15,000 റുപ്യ സാലറി കിട്ടിയാൽ പിണറായി വിജയന്റെ വിലക്കയറ്റല്ലേ 1 കിലോ പഞ്ചസാര മേടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പറയുകയാണ്, 2026 പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ കക്കാനായിട്ടിനൊന്നുമില്ല. അയ്യപ്പന്റെ സ്വർണ്ണടക്കം കട്ട് കഴിഞ്ഞു. അതായത് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഞാനൊരു കാര്യം പറയുകയാണ്, കേരളം ഇല്ലാതാവും. അതുകൊണ്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങളിടുക. ഒരൊറ്റ കാര്യം പറയുകയാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയ്യപ്പന്റെ സ്വർണം കെട്ടത് ആരെന്ന് തെളിയിക്കപ്പെടും. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയപ്പെടും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചനപ്പെടുത്തിയതാണോ എന്ന് നമുക്കറിയപ്പെടും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അതിജീവിത ഉണ്ടല്ലോ, ആദ്യ കേസ്. രണ്ടാമത്തെ കേസ് ഇല്ല, അങ്ങനെ ഒരു പെണ്ണില്ലെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് ആദ്യ കേസിൽ
ആദ്യ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പെണ്ണ് കംപ്ലൈൻറ്റ് കൊടുത്തത്, ആ പെണ്ണിന് ആരെങ്കിലും പൈസ കൊടുത്ത് കംപ്ലൈൻറ്റ് കൊടുപ്പിച്ചതാണോ എന്നും നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ആ പെണ്ണ് അതിജീവിത വിവാഹിതയാണ്. അതായത് വീട്ടിലൊരു ഭർത്താവിരിക്കെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രേമം നടിച്ചത്? വീട്ടിലൊരു ഭർത്താവിരിക്കെ രാഹുലിനെ എന്തിന് പ്രണയം നടിച്ചു? അതൊക്കെ അറിയണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. അതിനുശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമുക്ക് 3 നേരം എന്തെങ്കിലും തിന്നാം. കേരളം ഉണ്ടാവും, ഇല്ലെങ്കിൽ കേരളം ഇല്ലാതാവും. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പിണറായി വിജയൻ്റെ കയ്യിൽ 3ാമത് നിങ്ങൾ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും. തൃശ്ശൂരിൽ നിങ്ങൾ കരയുന്നില്ലേ? അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന് ശേഷം കരയുകയാണ് തൃശ്ശൂർക്കാർ. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ദൈവമേ, എത്രയും പെട്ടെന്നൊരു 5 വർഷം ആയി കിട്ടണേ എന്ന്. കാരണം സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. തൃശ്ശൂർക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ല സുരേഷ് ഗോപി. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ മറ്റേ രാജേഷിന് കൊടുത്തു. കരയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളവർ. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ദൈവമേ എന്ന് പറയുകയാണ്. അവർ പറയുന്നത് CPMന്റെ ഭരണം കണ്ട് ഞങ്ങൾക്ക് മടുത്തു. ആര്യ അവരെ ചതിക്കുകയായിരുന്നു, ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് ആര്യയുടെ നിറകെട്ട ഭരണം കണ്ട് ഞങ്ങൾക്ക് മടുത്തു. കോൺഗ്രസ് ആണെങ്കിൽ ചിത്രത്തിലില്ല. തിരുവനന്തപുരം നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതൊരു LDFന്റെ കോട്ടയാണ്. അതുകൊണ്ട് BJPക്ക് ഞങ്ങൾ വോട്ടിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു മേയറെ ഞങ്ങൾക്ക് കിട്ടുമെന്ന്. പക്ഷേ BJP ആകട്ടെ വിദ്യാഭ്യാസമില്ലാത്ത ഒരുത്തനെ മേയറാക്കി, രാജേഷിന്. അയാൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല, പറയുന്നത് പൊട്ടത്തരം മാത്രമാണ്. എന്ത് ചെയ്യാനാണ്? തിരുവനന്തപുരക്കാർ കരയുകയാണ്. എന്നെ 5 വർഷം വെയിറ്റ് ചെയ്യണം. ഇതിനും നല്ലത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയാ കുറേ പേര്. എങ്ങനെ പറയാതിരിക്കും? അതായത് കുറച്ചെങ്കിലും കോലിട്ടുള്ളവരെ കൊടുക്കണ്ടേ, മേയറാക്കണ്ടേ? സുരേന്ദ്രനൊക്കെ, ഞാനൊന്നും പറയുന്നില്ല സുരേന്ദ്രനൊക്കെ, അതായത് നല്ല കുറച്ച് വിദ്യാഭ്യാസമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ അറിയുന്ന ആൾക്കാരെയല്ലേ മേയറാക്കേണ്ടത്. ആ ചങ്ങായി ഇപ്പോൾ പുതിയതായിട്ട് മേയറാക്കിയ രാജേഷ് ഗാന്ധിയെ ചെറുതായി വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ ചങ്ങായിയാണ്. അവനാണ് മേയർ. കഷ്ടം തന്നെയാണ്. അപ്പോൾ പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, സോണിയാഗാന്ധിയുടെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല പിണറായി വിജയ. നീയും സംഘവുമാണ് സ്വർണം കട്ടത് എന്ന് കേരളം അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡും കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതറിയാൻ പറ്റുമോ? അതായത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ഒരു പാട്ടുണ്ട്. സ്വർണം കട്ടത് ആരപ്പ? അത് സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട്. MV ഗോവിന്ദനാണ് ഫുൾ ചെലവ്, പൈസ ഒക്കെ കൊടുക്കുന്നത്. അതിനൊക്കെ ഇവരുടെ കയ്യിൽ കാശുണ്ട്. അതായത് വെറുതെ സോണിയാഗാന്ധി സ്വർണം കട്ടു എന്ന് പ്രചരിപ്പിക്കുകയാണ്. നാണമുണ്ടോ? അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് ആ കേസിനെ മുക്കുന്നതുമല്ല, സോണിയാഗാന്ധിയുടെ തലയിലിടുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, പിണറായി വിജയൻ ഇനി ഒന്നും കൂടി ഭരിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. നമ്മളൊക്കെ ഇങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും പിണറായിക്ക് വോട്ടിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.